ഹലോ, എല്ലാവർക്കും ശ്യാമ അമൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ 3 പേരും കുറച്ച് ദിവസങ്ങളായിട്ട് പ്ലാൻ ചെയ്തിരുന്ന ഒരു പ്രത്യേക യാത്രയ്ക്കാണ് പോകുന്നത്. അത് തിരുവനന്തപുരം പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിലോട്ടാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്പേസ് യാത്ര തന്നെയാണിത്. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ആകാശഗംഗകളും എല്ലാം ഒരുമിച്ച് നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ തന്നെ കാണാൻ കഴിയുന്ന ഒരു അത്ഭുത ലോകത്തേക്ക് തന്നെയാണ് ഞങ്ങൾ വന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ വരാൻ കാരണമെന്ന് വെച്ചാൽ ഞാനും ചേട്ടനും ഒക്കെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നമ്മുടെ ട്രിവാൻഡ്രംകാരായി ഞങ്ങൾ തന്നെ അടുത്ത് കിടക്കുന്ന ഇവിടെ പോയിട്ടില്ലെന്ന് വെച്ചാൽ തന്നെ വലിയ അതിശയമാണ്. പക്ഷേ ഞങ്ങളെന്തോ ആദ്യമായിട്ട് വരുന്നത് മോൻ കാരണമാണ്. അവന് സ്കൂളിൽ നിന്ന് ട്രിപ്പ് പറഞ്ഞത് പ്ലാനറ്റേറിയം. പക്ഷേ അവന് പോവാൻ വയ്യ, അവന് അച്ഛനും അമ്മയുടെ കൂടെ വരണമെന്ന് പറഞ്ഞ് അവൻ നിന്നപ്പോൾ ഞങ്ങൾ പിന്നെ ശരി പോവാമെന്ന് വെച്ച് അങ്ങനെ പ്ലാൻ ചെയ്ത് വന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പക്ഷേ എന്തായാലും വന്നതിൽ ഒരു നഷ്ടവും ഇല്ല. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് കുട്ടികൾക്കായാലും നമ്മളെപ്പോലുള്ളവർക്കായാലും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ട്രിപ്പ് തന്നെയാണ്. ഒരു എന്താ പറയുക, നല്ല ഒരു പഠനവും ഈ വിനോദവും ഒക്കെ ചേർന്നൊരു നല്ലൊരു യാത്ര തന്നെയാണ് കേട്ടോ. ഈ പ്ലാനറ്റോറിയം എന്ന് പറയുന്ന PMG ജംഗ്ഷന് അടുത്താണ്, നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നവർക്ക് പോലും ലൊക്കേഷൻ കണ്ടെത്തുന്നതൊക്കെ ഈസി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പ്ലാനറ്റോറിയത്തിന് പുറത്തുള്ള കാഴ്ചകളൊക്കെ തന്നെ ഒത്തിരി കെട്ടിടങ്ങളും പിന്നെ ശാസ്ത്രത്തിൻ്റെ സ്പർശം എല്ലായിടത്തും കാണിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ച തന്നെയാണ് നമ്മളവിടെ കാണുന്നത് കേട്ടോ. പിന്നെ ടിക്കറ്റ് കൗണ്ടറിൽ പോവുക, നമ്മൾ ടിക്കറ്റ് എടുക്കുക. പിന്നെ പാർക്ക് ഉണ്ട്. പാർക്കിൽ ഞങ്ങൾ ആദ്യം നേരെ പാർക്കിലോട്ട് പോയി. പാർക്കിൽ അതിന് ശേഷമാണ് ഞങ്ങൾ ഓരോ ഷോ കാണാമെന്ന് വെച്ച് പോയത്. ഞങ്ങൾ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. ഞാൻ കുറച്ച് പിള്ളേരെയൊക്കെ പരിചയപ്പെട്ടപ്പോൾ അവർ ഇടുക്കിയിൽ രാമക്കൽ മേടോ അങ്ങനെ എന്തോ അവിടെ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ വന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ പിന്നെ കോട്ടൺ ഹില്ല് ഞാൻ പഠിച്ച സ്കൂളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ കുട്ടികൾ, പിന്നെ വേറെ എനിക്ക് അറിയാത്ത കുറേ സ്കൂളിലൊക്കെ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ ഷോയ്ക്കും ടിക്കറ്റ് പോലും കിട്ടിയില്ലായിരുന്നു. ഞങ്ങൾ 1:30-ക്കുള്ളൊരു ഷോയും കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റും വിവരങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഇരുന്ന് നമ്മൾ ചുറ്റും നോക്കിയാൽ തന്നെ നമ്മുടെ സ്പേസിനെ കുറിച്ചുള്ള പല വിവരങ്ങളും ചെറിയൊരു എക്സിബിഷൻ പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് പഠിക്കാൻ കഴിയുന്ന ഒരു ഇടം തന്നെയാണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി പാർക്കിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഡൈനോസറും ഇതൊക്കെ മനസ്സിലാകും. അത്ര ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ആനിമൽസിൻ്റെ കൊടുത്തിട്ട് അതെന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 5 മണി വരെയാണ് പാർക്ക് ടൈം പറഞ്ഞത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പാർക്കിൽ പോയി. പിന്നെ അത്യാവശ്യം കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പാർക്ക് തന്നെയാണ്. അത് നമുക്കും ഈ വലിയ മുതിർന്നവർക്കായാലും നമുക്ക് കയറി നിന്ന് കളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കിഡ്സ് പാർക്കെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ഞാനും ചെറുതായിട്ടൊക്കെ ഒന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു രീതിയിൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഞങ്ങൾ എന്തുകൊണ്ട് ഇവിടെ വരാൻ താമസിച്ച് പോയി എന്ന് നമ്മൾ തോന്നിപ്പോയി. അത്രയും നല്ല ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ പ്ലാനറ്റേറിയത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ മറ്റേ ഡോം തിയേറ്റർ എന്നൊക്കെ പറയുന്നത്. അവിടെ സയൻസ് ഫിക്ഷൻ സിനിമയുടെ സെറ്റിൽ കയറി പോകുന്ന പോലെ ഒരു തോന്നൽ നമുക്കവിടെ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു സ്കൈ തിയേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അതിനകത്ത് ക്യാമറ അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് അവിടെ കയറുന്നത് വരെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഇതുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറിയിരുന്നു ഷോയൊക്കെ കണ്ടിട്ട് വരെയാണ് ചെയ്തത് കേട്ടോ. അകത്ത് പോകുമ്പോൾ നമ്മുടെ ആകാശം, നക്ഷത്രങ്ങൾ, ഒരു ഗ്രഹങ്ങൾ എല്ലാം ഇങ്ങനെ ഉയർന്ന് നമ്മൾ ഏതോ ഒരു വലിയൊരു വിസ്മയ ലോകത്ത് പോയ ഒരു നമ്മുടെ മുന്നിലൊരു വിസ്മയ ലോകം തുറന്നിട്ട ഒരു ഫീല് തന്നെയായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഒരു ഭയങ്കര വിഷ്വലുകളൊക്കെ കണ്ട് അത്രയും നമ്മൾ അവിടെ പോയി നിന്ന ഒരു ഫീൽ തന്നെ നമുക്കുണ്ടാവും. നമ്മൾ സ്പേസ് ഷിപ്പിൽ ഇരുന്നു കൊണ്ട് നമ്മൾ സ്പേസിൽ പറക്കുന്ന പോലെയൊക്കെ ഒരു തോന്നൽ നമുക്ക് ശരിക്കും തോന്നിപ്പോയി. അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ആ ഷോയ്ക്കകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറേ പ്ലാനറ്റ്സിനെ കുറിച്ചും നമ്മുടെ പിന്നെ ഫസ്റ്റ് പറയുമ്പോൾ സോളാർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്ന സണ്ണിനെ കുറിച്ചും സണ്ണിൻ്റെ പിന്നെ ഓരോ മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റർൻ, യുറാനസ്, നെപ്റ്റ്യൂൺ അങ്ങനെ ഉള്ള പ്ലാനറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഓരോന്നായിട്ട് പറയുമ്പോൾ നമ്മൾ ഇത്രയും ഇതാണല്ലോ എന്നൊക്കെ നമ്മൾ തോന്നിപ്പം. പിന്നെ നമ്മുടെ എർത്തിനെ കുറിച്ച് പറയുമ്പോഴായാലും
അതൊക്കെ ഭയങ്കര ഒരു അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഓരോ ഗ്രഹവും കാണിക്കുന്ന പ്രത്യേകതകൾ കുട്ടികൾക്കത് കാണുമ്പോഴത്തേക്കും ഇതൊക്കെ ഇങ്ങനെയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതി, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും കുട്ടികൾക്കത് കാണിച്ചു കൊടുത്ത് പറയുമ്പോൾ അവർക്ക് ഇതാണല്ലോ. അപ്പോൾ ഞങ്ങളടുത്തിരുന്ന് ആദ്യം ഓരോ ഷോയും കാണുമ്പോൾ തന്നെ അവൻ ഞങ്ങളോട് ചോദിക്കും ഇതെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അറിയില്ല. അപ്പം ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് പറയുമ്പോഴേക്ക് അവന് തന്നെ ഏതോ ഒരു പ്രത്യേക ഒരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇത് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ പിന്നെ അതുപോലെയാണ് ഈ നക്ഷത്രങ്ങൾ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ, സൂപ്പർനോവ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല നമ്മളെപ്പോലുള്ളവർക്കും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു രസം തന്നെയാണ്. ശരിക്കും ഇവിടെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഷോയൊക്കെ അവസാനിച്ചപ്പോൾ നമുക്ക് തോന്നിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ കണ്ടപ്പോൾ തോന്നിയൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് തോന്നിയത്. നമ്മുടെ ഇതൊക്കെ കാണണം. പിന്നെ അവിടെ തിയേറ്ററിൽ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ നമ്മൾ ചെറിയൊരു സയൻസ് എക്സിബിഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. റോക്കറ്റ് മോഡലുകൾ, സ്പേസ് മിഷൻ, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, പിന്നെ സാറ്റലൈറ്റ് മോഡൽസ്, ഇതൊക്കെ ഒന്നിനൊന്നും മനോഹരമായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ISROയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ചിത്രങ്ങൾ, സ്പേസ് അച്ചീവ്മെൻറ്റ്സ്, ഇതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഇന്ന് കണ്ടിട്ട് വാദോരാതെ സംസാരിക്കാനുള്ള ഒരു ഫീലുണ്ട്. അത്രയും നല്ല ഒരു ശരിക്കും നമ്മുടെ ഒരു ഫാമിലിയുടെ ഒരു സ്പേസ് യാത്ര തന്നെ എന്ന് പറയാം. നമുക്കൊക്കെ സ്പേസ് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ പറയാൻ പറ്റില്ല, നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയാൽ അത്രയും നല്ലതായിരുന്നു. പക്ഷേ അത് ഒരു മിനി സ്പേസ് യാത്ര, മിനി എന്നുള്ള ഒരു രീതിയിൽ തന്നെ നമുക്ക് പറയാം. ഈ ഒരു ദിവസം എന്ന് പറയുന്നത് കുട്ടികളായാലും നമുക്കായാലും തന്നെ അത് മറക്കാൻ പറ്റില്ല. കാരണം അവർക്കിതൊരു പഠനവും വിനോദവും ഒരുമിച്ചുള്ള ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ഇതെന്ന് പറയണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ഫാമിലി ആയിട്ടായാലും നിങ്ങൾ ഒരു സോളോ ട്രിപ്പായാലും എന്തായാലും ഒരു ട്രിവാൻഡ്രം പ്ലാനറ്റേറിയം വന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്യണം. ശരിക്കും നിങ്ങൾ ആ ഒരു ദിവസം ശരിക്കും നല്ലൊരു ഇത് തന്നെയാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അഭിപ്രായങ്ങൾ പറയാൻ ഒന്നും മറക്കരുത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് തന്നെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. വീഡിയോയിൽ ഞാൻ ടിക്കറ്റിനെ കുറിച്ചുള്ള ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്ത കുറച്ച് കാഴ്ചകളാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കണ്ടിട്ടില്ലാത്തവർക്കും കണ്ടിട്ടില്ലാത്തവർക്കൊരു പുതിയ എക്സ്പീരിയൻസും കണ്ടിട്ടുള്ളവർക്ക് ഒന്നുകൂടെ കാണാനുള്ളൊരു അവസരമായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു.